ഇറാനിൽ ഈ ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ അതിനുശേഷമുണ്ടായ വേൾഡ് ഓർഡറിൽ വളരെ കൃത്യവും വ്യക്തവുമായി ഒരു നിലപാടുമായി രംഗത്ത് വന്ന രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഫ്രാൻസാണ്, മറ്റൊന്ന് സ്പെയിനാണ്. ഇത് രാജ്യാന്തര തലത്തിലുള്ള സ്ഥിതിയാണെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഒമാൻ പറഞ്ഞു ഇത് കാണിച്ചത് വഞ്ചനയാണ്, ചതിയാണ്, ഇതൊരു ചർച്ചയുടെ മധ്യേ കടന്നാക്രമിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിങ്ങ് നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ ഇവിടെ കോൺഗ്രസും ഇടതു പാർട്ടികളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുമൊക്കെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി. സമുദായ സംഘടനകളെ നോക്കിയാൽ പതിവ് പോലെ തബ്ലീഗുകാർ ഈ വിഷയമൊന്നും അറിഞ്ഞിട്ടില്ല. അവർ ജമാഅത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിമാനം തന്നെ ഇപ്പോൾ തടസ്സപ്പെട്ടത് അള്ളാഹുവിൻ്റെ വലിയൊരു വലിപ്പമായി കണ്ട് അവരേതൊക്കെയോ രാജ്യത്ത് കഴിയുന്നവരാണ്. പിന്നെ മുജാഹിദ് ഔദ്യോഗിക വിഭാഗക്കാർ മജീദ് സലാഹിയോടൊന്നും തൽക്കാലം ഒന്നും എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സുന്നിയിലെ ആളുകളും പ്രമുഖരായ ആളുകളൊന്നും വലുതായി രംഗത്ത് വന്നൊന്നും പറഞ്ഞിട്ടില്ല. നജീബ് മൗലവി വന്ന് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ സംസ്ഥാനയുടെ നേതാവ്. പിന്നെ ബാക്കിയുള്ള ഇവർക്കൊന്നും അമ്പലക്കടവടക്കം ആദിയായവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇതിനെ സംബന്ധിച്ച് കേട്ടില്ല. മുനവർ അലി ശിഹാബ് തങ്ങൾ വളരെ കൃത്യമായി ഷഹീദ് എന്ന് വിളിച്ച് രക്തസാക്ഷി എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ വിസ്ഡത്തിലെ അഷ്റഫ് മുതലാളിയുടെ നേതൃത്വത്തിൽ ആ ഷഹാദത്തിനെ, ഷഹീദായതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തലനാഴിര കീറി പ്രവാചക കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കഥകളും സംഗതികളും എല്ലാം പരിശോധിച്ച് വളരെ വൃത്തിയായിട്ട് പോസ്റ്റ് ഇടുകയുണ്ടായി. അക്കീദയിൽ നിന്ന് മാറിപ്പോയ സംഗതികളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടതും പറഞ്ഞതുമെല്ലാം. അങ്ങനെ അക്കീദയെല്ലാം നോക്കി വരുമ്പോൾ ഇതിനകത്ത് അവസാനം ആരൊക്കെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ പള്ളിക്ക് വേണ്ടി അടിയിടുന്നവർ വരുമോ, കുത്തുന്നവർ വരുമോ, കഴുത്തിന് പിടിക്കുന്നവർ വരുമോ, കള്ളക്കേസുണ്ടാക്കി കുരുക്കുന്നവർ വരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ വല്ലാത്ത പൊല്ലാപ്പാവും എന്നതാണ് സ്ഥിതിവിശേഷം. ഞാനിപ്പോൾ അത് പറയാനല്ല വന്നത്. രാവിലെ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഈ പെഡ്രോ സാഞ്ചസ് എന്ന് പറയുന്ന സ്പെയിനിൻ്റെ ആ പ്രധാനമന്ത്രിയാണ് കൃത്യമായി ഒരു നിലപാട് ഉറക്കെ പറഞ്ഞത്. ഞങ്ങൾ പണ്ട് മുതലേ ഇത് അധിനിവേശത്തെ എതിർക്കുന്നവരാണ്, ഇതിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്പെയിനിലെ ആളുകളൊക്കെ അങ്ങനെ അത്തരത്തിൽ വളരെ നല്ല നിലപാടുള്ള മനുഷ്യരാണ്, പക്ഷേ ധാരാളം പേർ ഏത്തിസ്റ്റാണ്, ഈ പറയുന്ന ആളും ഒരു ഏത്തിസ്റ്റാണ് എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ജ്യൂസിനിടയിലും ഒരുപാട് ഏത്തിസ്റ്റുകളുണ്ടെന്നാണ് പറയുന്നത്. കുറേ പേര് വിശ്വാസമുള്ളവർ, കടുത്ത വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ 6 ദിവസത്തെ പണി കഴിഞ്ഞ് 7-ാം ദിവസം ഒരു പണിയും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന സാറ്റർഡേ പോലെ ആ ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യിക്കാനാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോലും ഈ ദൈവം 6 ദിവസത്തെ നിർമ്മാണം കഴിഞ്ഞ് ഒരു ദിവസം വിശ്രമിച്ചു എന്നൊക്കെ പറയുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് പേര് ഈ പറയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുണ്ട്. പല രാജ്യങ്ങളിലും ഉണ്ട്, ഈ അമേരിക്കയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ നിരീശ്വരവാദികളായ ആളുകൾക്കൊക്കെ ഈ ഈശ്വര വിശ്വാസികളെ, ഏത് നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ രവിചന്ദ്രൻ്റെ പോലെയും അല്ലെങ്കിൽ ആരിപ്പിനെ പോലെയും ഒക്കെ പെയ്ഡ് നിരീശ്വരവാദികളല്ല ഞാൻ പറഞ്ഞത്. ചില നിലപാടുകളുടെ പേരിൽ നിരീശ്വരവാദികളാവുന്ന പലർക്കും നമ്മുടെ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പിലെയൊക്കെ ആളുകളുടെ ഈശ്വര വിശ്വാസത്തെക്കാൾ വളരെ കടുത്ത ഉറച്ച നിലപാട് ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിലുണ്ടോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഒരു ആശങ്കയിൽ ഞാൻ നിൽക്കുകയാണ്. അന്നേരമാണ് രാവിലെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ ചില സന്ദർഭങ്ങളിൽ ഞാനിത് അനുഭവിക്കാറുണ്ട്. ഒരു വാട്സപ്പ് മെസ്സേജ് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു സലാം വന്നു, ഞാനൊരു വലൈക്കും അസ്സലാം തിരിച്ചു പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം CP സലീം എന്ന് പറയുന്ന ഒരാളിൻ്റെ പോസ്റ്റ് ഇട്ടു. ഇത് സയനിസ്റ്റ് ഭീകരത എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയേക്കുന്ന പോസ്റ്റാണ്. എന്നിട്ട് ആ സയനിസ്റ്റ് ഭീകരതയെക്കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞു വന്നിട്ട് താഴോട്ട് വരുമ്പോഴേക്കും പിന്നെ സയനിസ്റ്റ് ഭീകരരാഷ്ട്രത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം പിന്നീട് എനിക്ക് അയച്ചു, അത് വിശ്വാസം, ഇനി പ്രവർത്തികൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് സിറിയയിൽ ഷിയ തീവ്രവാദി സംഖ്യകളുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കടൽ താണ്ടിപ്പോയ സംഘത്തിൻ്റെ ബോട്ട് മുങ്ങി മരിച്ച ഐലൻ കുർദിയുടെ ചിത്രം ഒക്കെ വെച്ചിട്ട് ഷിയ സുന്നി തർക്കങ്ങളുണ്ടായപ്പോൾ ആ ചരിത്രപരമായി അന്ന് വെടിവെച്ചതും അന്ന് കൊടുത്തതും വാങ്ങിച്ചതും ഒക്കെ അടങ്ങുന്ന കഥകൾ ഒക്കെയാണ് എനിക്ക് അയച്ചത്.
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല മുജാഹിദാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറഞ്ഞോളാം പറഞ്ഞു. മതപരമായ വിഷയം പ്രമാണം വെച്ച് സംസാരിക്കാനുള്ള ഇൽവ് കുറവാണെന്നുള്ള ഒരു ചിന്ത ഡോക്ടർക്കുണ്ടായാൽ നല്ലതാണ്. കാരണം ഡോക്ടർ പറയുന്ന മറ്റ് വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യം കുറയുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒട്ടും അങ്ങ് കേട്ട് സമയം കളയരുത്, ഇൽമ് കൂടുതലുള്ള ആളുകളുടേതേ കേൾക്കാവൂ എന്ന് അദ്ദേഹത്തോട് മറുപടിയും പറഞ്ഞു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സംഘടനയെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും എനിക്ക് ഇൽമ് കുറവുള്ളതായിട്ട് തോന്നത്തില്ല. ആ സംഘടനയിൽപ്പെട്ടവർക്കാണ് എനിക്ക് ഇൽമ് പൊതുവിൽ കുറവായിട്ടുള്ളത് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇൽമ് കുറവായിട്ടുള്ളതായി പുള്ളി അഭിപ്രായപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഖുർആനിലെ ഒരു ആയത്ത് എനിക്കൊരു സഹോദരൻ അയച്ചു തന്നത്. അദ്ദേഹത്തിനോട് വലിയ നന്ദിയുണ്ട്. എൻ്റെ മനസ്സിൽ ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരമായി ചിലപ്പോൾ ചിലർ അയച്ചു തരാറുണ്ട്. അൽ ആദിയാത്ത് എന്ന് പറയുന്ന 100-ാം അധ്യായത്തിലെ 6-ാമത്തേത് മുതൽ 11-ാമത്തെ വചനം വരെയുള്ളതാണ് പറയുന്നത്. അതിങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലഷഹീദ് വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സല മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ. ഇതാണ് വാചകം. എല്ലാം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, പടച്ചോനെ ക്ഷമിക്കണം. ഇപ്പോൾ ഇതിന് നമുക്ക് വിലയിരുത്താനിരിക്കുന്നവരെ ശ്രമിക്കണം. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, തീർച്ചയായും മനുഷ്യന് തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ, തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. തീർച്ചയായും അവന് ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു. എന്നാൽ അവൻ അറിയുന്നില്ല ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുകയും ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. ഇത് വിശുദ്ധ ഖുർആനിലെ വചനമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ മറ്റ് സമുദായക്കാർ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ രായും പകലും വായിക്കുന്നവരും ഇപ്പോൾ ഖുർആൻ ഇറക്കിയ സമയത്ത്, ഖുർആൻ ഇറക്കിയ മാസം എന്ന നിലയിൽ ഇത് പാരായണം ചെയ്യുന്നതും ഒക്കെയുള്ള ആളുകളാണ്. ഈ സൂഫികൾ പറയാറുണ്ട് കിതാബുകളും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കിതാബെന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന ഇടം എന്നുള്ളതാണ്. പക്ഷേ ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടാനുള്ളതാണ് എന്ന അർത്ഥത്തിൽ. എന്താ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് എനിക്കറിയില്ല. അവർ സൂചിപ്പിച്ച ഒരു സംഗതി ഞാൻ ഓർത്തുപോയതാണ്. എന്നിട്ട് ഒരു ഹദീസും കൂടി പുള്ളി അയച്ചു തന്നു. ആദം പുത്രന് ഒരു സ്വർണ്ണത്താഴ്വര ലഭിച്ചാൽ അവൻ 2-ാമത്തെ താഴ്വരയും ആഗ്രഹിക്കും. മനുഷ്യൻ്റെ വായ അഥവാ ആർത്തി മണ്ണ് നിറയ്ക്കുവോളം തുടരും. മണ്ണെന്ന് പറഞ്ഞാൽ മരണമാണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മൾ ഈ പിടിമണ്ണ് വെക്കുന്നതാണെന്നും പറയാറുണ്ട്. എന്നാൽ ആരെങ്കിലും തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ വാ തുറന്നുള്ള ആർത്തി ഉണ്ടല്ലോ, അത് മണ്ണ് വെക്കുന്നത് വരെ തുടരും എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ആദമിൻ്റെ സന്തതികളെക്കുറിച്ചും വിശ്വാസികളോട് ഒപ്പം മനുഷ്യ സമൂഹത്തോട് പറഞ്ഞെങ്കിലും കൂടുതൽ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത വിശുദ്ധ ഖുർആനും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നവർ വഞ്ചിക്കുമ്പോഴും ചിലപ്പോൾ വിശ്വാസമില്ലാത്ത ആളുകൾ വേറിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നതും കാണേണ്ടി വരുന്ന കാലമാണിത്. ആ കാലത്തെ കൊണ്ട് തന്നെ സത്യം.